വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വീഡിയോ ഓൺ ചെയ്യോ? ഓക്കെ. ഹരേ കൃഷ്ണ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നന്ദഗന്ധർപ്പകൃതാവിലാസം കിശോരചന്ദ്രം രസികേന്ദുശേഖരം ശ്യാമം മഹാസുന്ദരതാവിധാനം ശ്രീകൃഷ്ണചന്ദ്രം ശരണം ഗതോസ്മി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ശ്ലോകം 1, 3, 4 എടുക്കാൻ. ശ്ലോകം വായിക്കാം. പശ്യന്ത്യതോ രൂപമദ പ്രചക്ഷുഷ സഹസ്രപാദോരു കുജാനനാത്ഭുതം സഹസ്രമൂർധക്ഷവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ. പശ്യന്ത്യതോ രൂപമദ പ്രചക്ഷുഷ സഹസ്രപാദോരു കുജാനനാത്ഭുതം സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ. പശ്യന്ത്യതോ രൂപമദ പ്രചക്ഷുഷ സഹസ്രപാദോരു കുജാനനാത്ഭുതം സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസൽ. ഹരേ കൃഷ്ണ. ഇതിന്റെ ശ്ലോകത്തിലെ വേർഡ്സ് നമുക്ക് നോക്കാം. പശ്യന്തി അധഃ രൂപം അദഭ്ര ചക്ഷുഷ സഹസ്രപാദ ഊരു കുജാനന അദ്ഭുതം സഹസ്ര മൂർധ ശ്രവണ അക്ഷി നാസികം സഹസ്ര മൗലി അംബര കുണ്ടല ഉല്ലസ. പശ്യന്തി കാണുക, ദർശിക്കുക. പശ്യന്തി രൂപം, ആകാരം, രൂപം തന്നെ. അദഭ്ര യാതൊരു കുറ്റവുമില്ലാത്ത, പൂർണ്ണമായിട്ടുള്ള. ചക്ഷുഷ നേത്രങ്ങളാൽ. സഹസ്രപാദ ആയിരക്കണക്കിന് പാദങ്ങൾ. ഒരു തുടകൾ. കുജാനനം ഭുജങ്ങളും വദനവും. അത്ഭുതം അത്ഭുതം തന്നെ. സഹസ്ര ആയിരക്കണക്കിന്. മൂർധ ശിരസ്സുകൾ. ശ്രവണ ശ്രവണേന്ദ്രിയങ്ങൾ അഥവാ കാതുകൾ. അക്ഷി
നേത്രങ്ങൾ, നാസികം, നാസികകൾ, സഹസ്ര 1000, മൗലി പൂമാലകൾ, അംബര വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉടയാടകൾ, കുണ്ടലം കുണ്ടലങ്ങൾ, ഉല്ലസർ സർവോജ്വലമായ. പശ്യന്തി പശ്യന്തി അധഃ പശ്യന്തതോ രൂപം അധപ്രചക്ഷുഷ സഹസ്രപാദോരു ഭുജാനനാത്ഭുതം സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യാംബര കുണ്ടലോല്ലസൽ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വിവർത്തനം. ഭക്തന്മാർ പൂർണ്ണതയുള്ള കുറ്റമറ്റ നേത്രങ്ങളാൽ സഹസ്ര ഊരുക്കളും പാദങ്ങളും ഹസ്തങ്ങളും വദനങ്ങളുമുള്ള സർവാതിശയവും അസാധാരണവുമായ പുരുഷന്റെ അതീന്ദ്രിയ രൂപം ദർശിക്കുന്ന ആ സാമാന്യ അതീത രൂപത്തിൽ സഹസ്ര ശിരസ്സുകളും കർണങ്ങളും നേത്രങ്ങളും നാസികകളുമുണ്ട്. അവയെല്ലാം സഹസ്ര കിരീടങ്ങളാലും തേജസ്സുറ്റ കുണ്ടലങ്ങളാലും പൂമാലകളാലും സംപൂജ്യമായി അലങ്കരിച്ചിരിക്കുന്നു. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. നിലവിലുള്ള ഭൗതിക ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയമായ ഭഗവാനെ ദർശിക്കാനാവില്ല. ആകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭക്തിയുത സേവനത്താൽ ശുദ്ധീകരിക്കേണ്ടതായുണ്ട്. അപ്പോൾ മാത്രമേ ഭഗവാൻ നമുക്ക് വെളിപ്പെടുകയുള്ളൂ. ശുദ്ധ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ അതീന്ദ്രിയമായി ഭഗവാനെ വീക്ഷിക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകയാൽ ഭക്തിയുത സേവനം മാത്രമേ ഒരാളെ ഭഗവത് പക്ഷത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്നും ആ ഭക്തിയുത സേവനം മാത്രമേ ഭഗവാനെ ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ എന്നും വേദത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭക്തിയുത സേവനം ലേപനം ചെയ്ത പൂർണ്ണതയുള്ള നേത്രങ്ങളാൽ യാഥാർത്ഥ്യമായി പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ദർശിച്ച വ്യക്തികളിൽ നിന്നും ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങളെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കേണ്ടതുണ്ട്. ഭൗതിക ലോകത്തെ എപ്പോഴും നാം നമ്മുടെ നേത്രങ്ങളിലൂടെ മാത്രം ദർശിക്കാറില്ല. നാം ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ യാഥാർത്ഥ്യമായി വസ്തുതകളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുടെ അനുഭവത്തിലൂടെ ജീവിതത്തെ വീക്ഷിക്കുന്നു. സാംസാരിക വിഷയങ്ങളെ നോക്കിക്കാണുന്നത് അത്തരത്തിലാണെങ്കിൽ പിന്നെ അതീന്ദ്രിയമായ വിഷയങ്ങളെ അതിരേക പൂർണ്ണതയോടെ വീക്ഷിച്ചറിയേണ്ടതാകുന്നു. ആകയാൽ ക്ഷമയോടെയും പരിപാലനത്തിലൂടെയും സമാധാനത്തോടെയും സംരക്ഷണത്തിലൂടെയും മാത്രമേ നിരപേക്ഷ സത്യത്തെയും ഭഗവാന്റെ വിഭിന്ന രൂപങ്ങളെയും സംബന്ധിച്ച അതീന്ദ്രിയ ശ്രദ്ധാ വിഷയത്തെ നമുക്ക് സാക്ഷാത്കരിക്കാനാകൂ. അഭിനവ ഭക്തർക്ക് അദ്ദേഹം അതീന്ദ്രിയ സ്വരൂപനുമാകുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ശ്ലോകത്തിലെ ഭഗവാന്റെ വിശാലവും ബൃഹത്തുമായ പുരുഷ സ്വരൂപത്തിൽ സർവപ്രപഞ്ച ഗ്രഹവ്യൂഹങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്ന് കണ്ടു അല്ലെ. അപ്പം യസ്യാവയ സംസ്ഥാനെ കൽപ്പിതോ ലോക വിസ്തരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം തത്വമൂർജിതം എന്ന് പറഞ്ഞു. അപ്പം അവിടെ പറഞ്ഞു മയാ സർവമിതം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നജാഹം തേഷു അവസ്ഥിത എന്നുള്ളത് വ്യക്തമാക്കി തന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലെ. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഭഗവാനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പശ്യന്യതോ രൂപമതപ്രചക്ഷുഷ സഹസ്രപാദോരു ഭുജാനനാത്ഭുതം. ഭഗവാന് സഹസ്രപാദങ്ങളെ
എന്താ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലെ. ചക്ഷുഷുകള്, അതുപോലെ പുജാനനങ്ങള്, വദനങ്ങൾ, ആയിരക്കണക്കിന് ശിരസ്സുകളെ, ശ്രവണേന്ദ്രിയങ്ങളെ, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു. നമുക്കിത് പുതുമയല്ല, കാരണം 11-ാം അധ്യായത്തിൽ അർജുനന് കാട്ടിക്കൊടുത്ത കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ ഒരു പുതുമയും തോന്നാറില്ല. നമുക്കറിയാം, സർവത പാണിപാദം തത്സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻലോകേ സർവമാവൃത്യ തിഷ്ഠതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങോട്ട് നോക്കിയാലും ഭഗവത് പാദങ്ങളും പാണിയും എല്ലാം നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാണിച്ചു കൊടുത്തു അല്ലെ. അപ്പം കിരീടനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി താം ദൃഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രഭാവോ വിശ്വമൂർത്തേ എന്ന് അർജുനൻ പറയുന്നുണ്ട്. എങ്ങോട്ട് നോക്കിയാലും എന്താണ്? നഭസ്പൃശം ദീപ്തമനേകവർണം യാതാനനം ദീപ്ത വിശാല നേത്രം ദൃഷ്ട്വാഹിതം പ്രവ്യതിതാന്തരാത്മാ വിഷ്ണു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഭഗവാൻ, ആ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ഭഗവാന്റെ രൂപം കാണണം എന്ന് പറഞ്ഞു, വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. അത് കണ്ടതായിട്ട് നമുക്ക് അറിയാം. ഇവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കിയാലേ, കഴിഞ്ഞ ദിവസം നമ്മള് എന്താണ് കാരണോദകശായി വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണുവിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ആ പുരുഷൻ തന്നെയാണ് ഇവിടെ വിരാട് രൂപമായിട്ട് നമ്മുടെ ആവശ്യപ്പെടുന്നവർക്ക്, കാണാൻ ബുദ്ധിയില്ലാത്തവർക്ക്, ഭഗവാൻ ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ നോക്കി കണ്ടുകൊള്ളൂ എന്ന രീതിയിൽ അർജുനൻ പറയുന്നു, എനിക്ക് കാണണം എന്ന് പറയും. അപ്പൊ അർജുനൻ അത് കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അർജുനന് മാത്രമല്ല, പിന്നെ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് അറിയാം. അത് യഥാർത്ഥത്തിൽ യശോദയ്ക്ക് 3 പ്രാവശ്യം യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, അർജുനന് കാണിച്ചു കൊടുത്തു, പിന്നെ ആർക്കാണ്? അക്രൂരന് കാണിച്ചു കൊടുത്തു, സഭയിൽ കാണിച്ചു കൊടുത്തു, കൗരവ സഭയിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തെങ്കിലും അർജുനൻ കണ്ടതുപോലെയുള്ള ഒരു വിശ്വരൂപം ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ആ വിശ്വരൂപത്തെ വേറൊരു രീതിയിലാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പുരുഷ സൂക്തം കേട്ടിട്ടുണ്ടാകും അല്ലെ. അപ്പൊ പുരുഷ സൂക്തത്തിലെ നമ്മൾ പറയുന്നു, എന്താണ്, ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് പറയത്തില്ലേ, സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാ മധ്യതിഷ്ഠദശാങ്കുലം പുരുഷയേ വേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്വേശാനഃ യദന്യേനാതിരോഹതി എന്ന് തുടങ്ങുന്ന ആ പുരുഷ സൂക്തം. അപ്പൊ അതിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഇത് പറയുന്നത്, ഭഗവാന് ആയിരക്കണക്കിന് തലകളുണ്ട്, ആയിരക്കണക്കിന് കണ്ണുകളുണ്ട്, പാദങ്ങളുണ്ട്, എല്ലാ വശങ്ങളിലേക്കും ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏകദേശം എത്രയാണ്? സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രം മൗലി അംബര കുണ്ടല ഉല്ലസ, എല്ലായിടത്തേക്കും ഇത് വ്യാപിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് കാലുകൾ കാണാം, കൈകൾ കാണാം, കണ്ണുകൾ കാണാം, തലകൾ കാണാം, മുഖങ്ങൾ കാണാം, ചെവികൾ കാണാം എന്ന് വേണ്ട, എല്ലാത്തിലും ഭഗവാൻ വിളങ്ങുന്നതായി നമുക്ക് ആ സഹസ്രശീർഷ പറയുന്നതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എല്ലാ രൂപങ്ങളുടെയും സ്രോതസ് അതാണ് സർവതപ്പാണിപാദം സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ എന്ന് പറയുന്നു. അപ്പൊ അവിടെ എല്ലാ രൂപങ്ങളുടെയും സോഴ്സും സീഡും നിധാനവും ബീജവും അവ്യയവും എന്ന് വേണ്ട എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അർജുന, യശോദ, അക്രൂരനെ, കൗരവസഭയിലിരുന്നവരെല്ലാം ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ നിമിഷ നേരങ്ങൾക്ക് ഇതൊക്കെ അവരുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം ഇല്ല എന്നാണ് നമ്മൾ എല്ലാവർക്കും പൊതുവെ പറയുന്നത്. ഇത് ഭഗവാൻ ഇതിലെല്ലാം ഉണ്ട് എന്ന് കാണിക്കാനാണ് ഭഗവാൻ ഇത് കാണിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. യശോദയെ ഒന്ന് സംഭ്രമിപ്പിക്കാനാണ് ഇത് കാണിച്ചത്, അല്ലെങ്കിൽ അക്രൂരയെ ഒന്ന് സംഭ്രമിപ്പിക്കാനാണ് ഇത് കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അതുണ്ടെങ്കിലും
ഭഗവാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ രൂപം എടുത്ത് ബ്രഹ്മാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ബ്രഹ്മാവിന്റെ യജ്ഞപാത്രങ്ങളിൽ നിന്ന്, അൺലിമിറ്റഡ് പാത്രങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്ന് യജ്ഞ സാധനങ്ങൾ സ്വീകരിച്ചിട്ടു. അപ്പൊ നമുക്കറിയാം ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലാണ് ഉള്ളത് എന്ന് പറയും. പക്ഷെ ബ്രഹ്മാവൊക്കെ അൺലിമിറ്റഡ് ആണ്. നമ്മളെപ്പോലെ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഇരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ബ്രഹ്മാവിന് അങ്ങനല്ല. ബ്രഹ്മലോകത്തിൽ ഇരിക്കാം, മേരുപർവ്വതത്തിൽ പോയിരിക്കാം, വേറൊരിടത്ത് പോകണമെങ്കിൽ അവിടെയും പോയിരിക്കാം. എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് ബ്രഹ്മാവിനും കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് ഇരുന്നുകൊണ്ട്, ഒരു ബ്രഹ്മാവ് അവിടെ ഇരുന്നു കൊണ്ട് കുറേ നാളെ യജ്ഞം ചെയ്തു, ഹോമം ചെയ്തുകൊണ്ടേയിരുന്നു. എവിടെ? ബ്രഹ്മലോകത്തിരുന്നോണ്ട്. അപ്പം ബ്രഹ്മലോകത്തിരുന്നുകൊണ്ട് വളരെ നാൾ ഇങ്ങനെ ഹോമം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന് ബ്രഹ്മാവിനോട് സ്നേഹം തോന്നി. അൺലിമിറ്റഡ് പാത്രങ്ങളിലാണ് ഹോമം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹോമം ചെയ്തിരുന്ന ബ്രഹ്മാവിനെ ഭഗവാന് തോന്നി, ആ രൂപം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഭഗവാനെ അൺലിമിറ്റഡ് തലകളുമായിട്ട് ഉള്ള ആ ബൃഹത് രൂപത്തിൽ ബ്രഹ്മാവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ടുണ്ട്. അങ്ങനെ പ്രത്യക്ഷനായി ബ്രഹ്മാവ് അദ്ദേഹത്തെ കണ്ടു. വളരെ സന്തോഷത്തോടുകൂടി ആ അൺലിമിറ്റഡ് പാത്രങ്ങളിൽ എടുത്തു വെച്ച ഹോമങ്ങൾ നടത്തി ആ ഹോമത്തിന്റെ എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം 1000 തലകൾ ഉപയോഗിച്ചത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ബ്രഹ്മാവിന് വളരെ സന്തോഷമായി. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വീണ്ടും ബ്രഹ്മാവിന്റെ ഇതെല്ലാം സ്വീകരിച്ചതിന് ശേഷം ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പൊ പിന്നീടും ബ്രഹ്മാവിന് തോന്നല്, ഒരു രൂപം എടുത്തിട്ട് വീണ്ടും ഇതേ രീതിയിൽ ബ്രഹ്മാവ് ഹോമം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു രൂപം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൃഷ്ടി ചെയ്യും. നമുക്കാണെങ്കിൽ സൃഷ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് ബ്രഹ്മാവിനെ കുറിച്ച് അറിയാവൂ. പക്ഷേ ബ്രഹ്മാവ് പല സ്ഥലത്തും പല രീതിയിൽ പല കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിലെ ബ്രഹ്മാവ് മേരുപർവ്വതത്തിൽ വരുന്നതായിട്ട് നമുക്കറിയാം കഥകളിൽ കൂടി. ഇതെല്ലാം ബൃഹത് ഭാഗവതാമൃതത്തിലുണ്ട്. ലഘുഭാഗവതത്തിൽ കുറച്ചുണ്ട്, ബൃഹത് ഭാഗവതാമൃതത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ആ മേരുപർവ്വതത്തിൽ ഒരു സമയത്ത് ബലരാമൻ രേവതിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് കകുട്നി കൊച്ചുമകളായിരുന്നല്ലോ രേവതി, അവരെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ സന്നിഹിതനായിരുന്നു. അപ്പൊ മേരുപർവ്വതത്തിലും അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ബ്രഹ്മാവിന് പല സ്ഥലത്തും ഇരിക്കാനുള്ള എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് ബ്രഹ്മാവിനുണ്ട്. ഭഗവാനെ പോലെ ഒരുപാടായിട്ടൊന്നല്ല, പക്ഷെ കുറച്ചൊക്കെ എക്സ്പാൻഷൻ ബ്രഹ്മാവിന് നൽകിയിട്ടുണ്ട് എന്നാണ് ബൃഹത് ഭാഗവതാമൃത നമുക്ക് നൽകുന്നത്. അപ്പം അവിടെ ഭഗവാൻ 1000 സഹസ്ര ശീർഷനായിട്ട് എല്ലാ യജ്ഞകുണ്ടത്തിൽ നിന്നും ഉള്ള നിവേദ്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ പല ഇങ്ങനെ രൂപം എടുത്തുകൊണ്ട് പശ്യന്ത്യതോ രൂപം, നീ പശ്യന്തി, ഈ രൂപം ഒന്ന് കാണൂ. എന്താണ്? സഹസ്രപാദങ്ങളുണ്ട്, ഊരുക്കളുണ്ട്, ഭുജങ്ങളുണ്ട്, ആനനമുണ്ട്. ഇതെല്ലാം അത്ഭുതമായിട്ടുള്ളതാണ്. മൂർധ ശ്രവണാക്ഷി നാസികം, ശ്രവണം ഉണ്ട്, അക്ഷിയുണ്ട്, നാസികമുണ്ട്. അങ്ങനെ ഭഗവാൻ ശോഭിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഈ രൂപത്തെ കുറിച്ച്, ഏതൊരു സഹസ്ര ശീർഷനായി നിൽക്കുന്ന രൂപത്തെ കുറിച്ചാണ് നമ്മൾ. അപ്പം ഗർഭോദകശായി വിഷ്ണുവിന് രൂപം എടുത്തിട്ട് അതിന്റെ രൂപം സഹസ്ര ശീർഷനായി കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ്. കൃഷ്ണന്റെ രൂപമല്ല, കൃഷ്ണൻ എഴുന്നൂതി 2 കൈകളിൽ ദ്വിഭുജനായി നിൽക്കുന്ന കൃഷ്ണന് തന്നെയാണ് ആരാകുന്നത് കാരണദശായി വിഷ്ണുവായിട്ട് വരുന്നതും ഗർഭോദകശായി വിഷ്ണുവായിട്ട് വരുന്നതും. അങ്ങനെ ഗർഭോദകശായി വിഷ്ണുവായിട്ട് ഇരുന്നു കൊണ്ട് സഹസ്ര ശീർഷ പുരുഷനായിട്ട് ഇവിടെ കാണുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പൂർണ്ണതയുള്ള കുറ്റമറ്റ നേത്രങ്ങൾ വേണം. ഈ വിരാട് രൂപത്തെ വേണ്ട രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ അർജുനൻ എന്ത് നൽകിയത്? അത് ദിവ്യം ദദാമിതേ ചക്ഷു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ചക്ഷു കൊടുത്തത് കൊണ്ടാണ് അത് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമിതേ രൂപം. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ
കണ്ണുകൾ നിനക്ക് ഞാനിതാ തരുന്നു. അപ്പൊ ഭഗവനെ കാണണമെന്നുണ്ടെങ്കിൽ കുറ്റമറ്റ ഭൗതിക ഇന്ദ്രിയങ്ങൾ നമുക്ക് വേണം. പിന്നെ എന്ത് വേണം? പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആ ഏതിലാണ് കേട്ടിട്ടുള്ളത്? ബ്രഹ്മസംഹിതയിൽ നമ്മളിത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചക്ഷുസ് ആവശ്യമാണ്. അഞ്ജനം പുരട്ടിയ പ്രേമമാകുന്ന അഞ്ജനം പുരട്ടിയ കണ്ണുകൾ നമുക്ക് ഉണ്ടാകുകയും ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്താണ് ആവശ്യമായിട്ടുള്ളത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹരേ കൃഷ്ണ. ഇതൊക്കെ നമുക്ക് വേണമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിലോ? നമുക്കിതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ശുദ്ധ ഭക്തിയുത സേവനത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കണം. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോഴേ ശുദ്ധഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ അതീന്ദ്രിയമായ ഭഗവാനെ നമുക്ക് വീക്ഷിക്കാൻ സാധ്യമാകൂ എന്ന് ഭഗവത്ഗീതയിൽ 11:55 പൂർണ്ണമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് അല്ലെ. മത്കർമ്മകൃത് മത്പരമോ മത്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യഹ സമാമേതി സോർജുന എന്ന് പറയുന്നുണ്ട്. മത്കർമ്മകൃത് എന്താണ്? എന്ത് കാര്യങ്ങൾ നീ ചെയ്താലും, whatever activity you are doing, you should perform it for me. എനിക്ക് വേണ്ടി ചെയ്യൂ. എന്ത് ആക്ടിവിറ്റിയാണോ നീ ചെയ്യുന്നത് അതെല്ലാം നീ എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. മത് കർമ്മകൃത് മത്പരഹ. എന്താണ് മത്പരഹ? കൃഷ്ണൻ തന്നെയായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. വേറൊരു ലക്ഷ്യവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ മത്ഭക്തഃ. എന്താണ്? എന്റെ ഭക്തനാകൂ. എന്നെ കുറിച്ച് ചിന്തിക്കൂ, എന്നെ കുറിച്ച് വായിക്കൂ, എന്നിൽ എൻജോയ് ചെയ്യൂ. എനിക്ക് വേണ്ടി നീ ചെയ്യുന്നതെല്ലാം ആക്കി തീർക്കൂ. എന്ത് കാര്യം ചെയ്താലും എനിക്ക് വേണ്ടി ആക്കി തീർക്കൂ. എന്റെ ഭക്തനാകൂ. പിന്നെന്താണ്? മത്ഭക്ത സംഘവർജിത. സംഘവർജിത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ബാഡ് അസോസിയേഷനെ നിങ്ങളങ്ങ് ഉപേക്ഷിച്ചേക്കൂ. എന്താണ്? അതിൽ നിന്നും മാറി നിൽക്കൂ. അങ്ങനെയുള്ള ആ സംഘത്തെ നിങ്ങളെ വർജിച്ചേക്കൂ. പിന്നെന്താണ്? നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിർവൈര സർവഭൂതേഷു. ആരോടും നമ്മളെ എന്താണ് വൈരം വെച്ച് പുലർത്താതിരിക്കൂ. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറഞ്ഞത് എന്നെ കുറിച്ചാണോ അതോ മറ്റൊരു കാര്യങ്ങളാണോ, ഇങ്ങനൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനൊക്കെ ചിന്തിക്കും. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി അസൂയയിൽ നിന്ന് മുക്തനാകൂ എന്നാണ്. ആ എന്തിയിൽ നിന്ന് മുക്തനാകൂ. മറ്റാരോടും ജലസി ഇല്ലാതെ ഭവിക്കൂ എന്നാണ്. അതാണ് മത് കർമ്മകൃത് മത് പരഹ. അത് മത് ഭക്തഃ സംഘവർജിത നിർവൈര സർവഭൂതേഷു. ഇങ്ങനെയുള്ള ഈ ഒരു ഫോർമുല നമ്മുടെ കയ്യിൽ വേണം. നമ്മളെപ്പോഴും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറൊരാളെ കുറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മൾ വേറെ ആരെ കുറിച്ചെങ്കിലും മോശമായി അവരെ കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ ചെവികൾ അവിടെ പിടിക്കാതിരിക്കുക. നമ്മുടെ ചെവികളെ മാറ്റുക, അവിടെ കേൾക്കാതിരിക്കുക. ഒന്നുകിൽ അവരോട് പറഞ്ഞിട്ട് അതിനെ എതിർക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കുക. അതിന് നമുക്ക് കഴിവില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കേട്ടാലും കേൾക്കുന്നില്ല, നമ്മളത് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി വരുന്നവർക്കാണ് എന്താണ് ഈ ഭക്തിയുത സേവനം പൂർണ്ണമായി ചെയ്തിട്ട് ഭഗവാനെ വെളിപ്പെടുത്തി കിട്ടാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവിത ലക്ഷ്യം ഭഗവാനായി കണ്ടുകൊണ്ട് സാംസാരിക വിഷയങ്ങളെ ഒക്കെ നമ്മളെ വേണം. നമ്മൾ ജീവിക്കുന്നത് ഭൗതിക ലോകത്തിലാണ്. ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരുമായി ഒരു സംഘം വേണം. പക്ഷെ അതിന്റെ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയും അതിനനുസരിച്ച് നമ്മളെ അതിനെ കാണുകയും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കാണുകയും ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം
എങ്ങനെയാണ് ഈ രൂപം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഗർഭോദകശായി വിഷ്ണുവിന്റെ രൂപമാണ് എന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഭാവം ഭഗവാൻ നമുക്ക് തരുന്നു? ഭഗവാൻ ഏതെല്ലാം ഭാവങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഭഗവാൻ സ്വരൂപ ശക്തി എന്നുണ്ടെന്നറിയാം, സംബിത് ശക്തി ഉണ്ടെന്നറിയാം, ക്ലാദിനി ശക്തി ഉണ്ടെന്നും അറിയാം. അപ്പം ഭഗവാന്റെ 3 രൂപങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നു, ബാക്കി ഇനി ഒരു അവസരത്തിൽ പറയാം ഭഗവാന്റെ ശക്തികളെ കുറിച്ച് എടുത്ത്. പക്ഷെ എനിക്ക് അതിനെ പറ്റിയ ശ്ലോകങ്ങൾ ഇപ്പൊ കിട്ടിയില്ല, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നോക്കാം ഭഗവാന്റെ ഈ രൂപത്തെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ എങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. സ്വരൂപ ശക്തിയെ കുറിച്ച് പറയുമ്പോഴേ നമ്മളെ ഗോലോകത്തെ കുറിച്ച് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഗോലോകമാണ്, അല്ലെ? അപ്പം 8ാം അധ്യായം ഭഗവത്ഗീതയിൽ ഗോലോകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ചിന്താമണി പ്രകര സത്മസ് കൽപ്പവൃക്ഷ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അവിടെ ഗോലോകത്തെ കുറിച്ച് പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ്, അറിഞ്ഞോ അറിയാതെ എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഗോലോകം എന്ന് പറയുന്നത് നമുക്കറിയാം താമരപ്പൂവിന്റെ വിടർന്ന ഇതളുകൾ പോലെയാണ് ഗോലോകത്തിന്റെ സ്ഥാനം എന്നുള്ളത്. ഇതിപ്പം നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ അത് കാണിച്ചു തന്ന് ക്ലാസ് എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉന്നതമായിട്ട് ലോകം എന്ന് പറയുന്നത് ഗോലോകമാണ്. ആ ഗോലോകത്തെ തന്നെ 3ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉന്നത സ്ഥാനമാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കാം. കേൾക്കുന്നുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഗോലോകത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം അവിടെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് അന്തർദ്വീപ് എന്ന് പറയും, ഒന്ന് ഗോപികമാരും നിൽക്കുന്ന ഗോപന്മാരും ഗോപികമാരുമുള്ള ഒരു ഭാഗം, ഒന്ന് നന്ദഗോപര്, യശോദ തുടങ്ങിയ ഭഗവാന്റെ അച്ഛനമ്മമാരും ഗുരുക്കന്മാരും അടങ്ങുന്ന ഒരു ഭാഗം. അപ്പൊ 3ആയി വിഭജിച്ചിട്ടുണ്ട്. 1ാമത്തെ സ്ഥലം എന്ന് പറയുന്ന അന്തർദ്വീപ്, അവിടമാണ് നമ്മുടെ മഹാപ്രഭുവിന്റെ സ്ഥാനമായിട്ട് പറയുന്നത്. അപ്പൊ അന്തർദ്വീപ് ഗോപികമാരുടെയും ഗോപന്മാരുടെയും സ്ഥലം, അതുപോലെ ഭഗവാന്റെ മാതാപിതാക്കളും അതുപോലെ ഗുരുക്കന്മാരുമുള്ള വലിയ മുതിർന്ന ആൾക്കാരുടെ സ്ഥലം. അങ്ങനെ 3ആണ്. 3ഇടത്തും ഭഗവാൻ ഒരുപോലെ വിളയാടുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ ഗോലോകത്തിലുള്ളത്? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാള്? ഞാൻ ഒന്നുകൂടി പറയാം. അന്തർദ്വീപ് ഗോപികമാർക്കും ഗോപന്മാർക്കും വേണ്ടിയുള്ള സ്ഥലം, ഭഗവാന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള സ്ഥലം. ഇങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും പറയോ? ഹരേ കൃഷ്ണ. അന്തർദ്വീപ് ഗോപന്മാർക്കും ഗോപികൾക്കുള്ള സ്ഥലം, അച്ഛനമ്മമാർക്കുള്ള സ്ഥലം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു താമരപ്പൂവാണ് ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. താമരപ്പൂവിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് താമരപ്പൂ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗത്താണ് ഈ 3 സ്ഥാനങ്ങൾ നമ്മൾ കാണുന്നത്. അതിന്റെ താഴെ ആയിട്ട് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൃന്ദാവനം, അതിന്റെ അടുത്തതായിട്ട് ഭഗവാന്റെ മധുര, പിന്നെ ദ്വാരക. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കണം, ഭഗവാൻ എങ്ങനെയാണ് വരുന്നത് താഴോട്ട്. ഭഗവാൻ ഡിസെൻഡ് ചെയ്ത് വരുന്നു. വൃന്ദാവനം ഏറ്റവും പ്രാധാന്യം, വൃന്ദാവനം പറയുന്ന ഏറ്റവും ഉന്നതമായ പ്രാധാന്യം എന്നല്ല, എല്ലാത്തിനും ഒരേ പ്രാധാന്യമാണുള്ളത്. വൃന്ദാവനം, പിന്നെ മധുര, പിന്നെ ദ്വാരക. ഈ 3 ഭാവങ്ങൾ അവിടെ. പിന്നെ വരുന്നത് അയോധ്യ. അപ്പം ആ താമരപ്പൂവിന്റെ ആ ഭാഗത്തെ കാര്യമാണ് പറയുന്നത്. വൃന്ദാവനം, മധുര, ദ്വാരക, അയോധ്യ. വൃന്ദാവനം എന്ന് വെക്കുമ്പോൾ അവിടെ എന്താണ്? പ്രേമസ്വരൂപനായി നിലകൊള്ളുന്നു. മധുരയിലും പ്രേമസ്വരൂപനായിട്ട് നിലകൊള്ളുന്നു. ദ്വാരകയിലേക്ക് വരുമ്പോഴത്തേക്ക് ഐശ്വര്യസ്വരൂപനായി നിലകൊള്ളുന്നു. അയോധ്യയിലേക്ക് വരുമ്പോഴും അവിടെയും ഐശ്വര്യസ്വരൂപനായി നിലകൊള്ളുന്നു. അപ്പൊ ഇത്രയും ഇത്രയും ആകുമ്പോഴേക്ക് അപ്പം ആ ഒരു വൃന്ദാവന
ഭാഗം, ഗോലോകത്തിന്റെ ആ ഭാഗം അങ്ങ് തീരുക. പിന്നെ അതിന് താഴെ ഭാഗമായിട്ട് ഭഗവാൻ വൈകുണ്ഠനായി മാറും. വൈകുണ്ഠൻ എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗത്തെ ഇവിടെ നിന്നുകൊണ്ട് ഭഗവാൻ എടുക്കുന്ന ചതുർവ്യൂഹത്തെ ഫസ്റ്റ് ചതുർവ്യൂഹം എന്ന് പറയും. ആദ്യത്തെ ചതുർവ്യൂഹം ഭഗവാൻ ഈ എന്താണ്, ഈ ഗോലോകത്തിൽ വെച്ചെടുക്കുന്ന ചതുർവ്യൂഹമാണ്. എന്തൊക്കെയാണ്? സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. ആദ്യത്തെ ചതുർവ്യൂഹം ഈ ഗോലോകത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം സംഘർഷണിൽ നിന്ന് ആരുണ്ടാകുന്നു? സംഘർഷണിൽ നിന്ന് ആദ്യം നാരായണൻ ഉണ്ടാകുന്നു. ആ നാരായണനും നാരായണന്റെ വാസികളുമാണ് വൈകുണ്ഠത്തിൽ കാണുന്നത്. അപ്പം അയോധ്യ കഴിഞ്ഞ് താഴോട്ട് വരുന്നു. ആ താഴത്തെ സ്ഥാനം വൈകുണ്ഠമാണ്. അവിടെ ആ വൈകുണ്ഠത്തിലാണ് ഭഗവാൻ നാരായണൻ ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവിമാരോടുകൂടി അവിടെ ഒരുപാട് വൈകുണ്ഠ ലോകങ്ങളുണ്ട്. ഈ വൈകുണ്ഠ ലോകങ്ങളിലെല്ലാം നാരായണൻ ലക്ഷ്മി ദേവിയുമായി. അപ്പം അവിടെ വരുമ്പോൾ ഭഗവാൻ വീണ്ടും രണ്ടാമത്തെ ചതുർവ്യൂഹം എടുക്കുന്നു. സെക്കൻഡ് സംഘർഷണൻ, സെക്കൻഡ് പ്രദ്യുമ്നൻ, സെക്കൻഡ് അനിരുദ്ധൻ, സെക്കൻഡ് വാസുദേവൻ. അങ്ങനെ 4 ആ വൈകുണ്ഠ സ്ഥാനത്തിന്റെ അവിടെയും രണ്ടാമത്തെ ചതുർവ്യൂഹം എടുക്കുന്നു. അപ്പൊ ആദ്യത്തെ ചതുർവ്യൂഹം എടുത്തു, ഇത് കാണിച്ചതെന്ന് പഠിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചതുർവ്യൂഹം എടുത്തു, അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഗോലോകം തീർന്നു, വൈകുണ്ഠവും എത്തി. വൈകുണ്ഠത്തിലെ ഭഗവാൻ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ അവതാരങ്ങൾക്കും ഒരുപാട് അവരുടെ എല്ലാ ആസ്ഥാനങ്ങൾ അവിടെ വൈകുണ്ഠത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ വൈകുണ്ഠത്തിന്റെ താഴ്ഭാഗത്തെത്തുമ്പോൾ, താഴെ എന്ന് പറയാൻ പറ്റില്ല, അടുത്ത ഭാഗത്തെത്തുമ്പോഴാണ് സദാശിവലോകം എന്ന് പറയുന്നത്. അപ്പം വൈകുണ്ഠത്തിൽ നാരായണൻ ലക്ഷ്മിയുമായിട്ടിരിക്കും, അതും ഭഗവാനിൽ നിന്ന് തന്നെ വന്നത്. അടുത്തതിനെ സദാശിവൻ ഉമയുമായിട്ടിരിക്കും. അവിടെ അത് കൈലാസം, വൈകുണ്ഠ കൈലാസം എന്ന് പറയപ്പെടും. അപ്പൊ എന്തൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗോലോകം, ഏറ്റവും ഉന്നതമായ ഗോലോകം, അവിടെ അന്തർദ്വീപുണ്ട്. അതുപോലെ ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാർക്കുമായിട്ടുള്ള സ്ഥലം പ്രത്യേകമുണ്ട്. അതുപോലെ ഭഗവാന്റെ പേരൻസിനും അതുപോലെ ഗുരുക്കന്മാർക്കുമായിട്ടുള്ള സ്ഥലം പ്രത്യേകമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നിനെ കുറിച്ച് ഭഗവാന്റെ ആ ഓരോ വാസസ്ഥലങ്ങളെ കുറിച്ച് പറയുകയാണ്. വൃന്ദാവനം, മധുര, ദ്വാരക, അത് കഴിഞ്ഞിട്ട് അയോധ്യ, അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠങ്ങൾ, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴ്പടി എന്താണ്, അതിന്റെ അടുത്ത പടിയായിട്ട് സദാശിവലോകം അഥവാ കൈലാസം എന്ന് പറയും. അപ്പൊ അതിനിപ്പുറത്ത് നമ്മൾ കാണുന്നത്, അപ്പൊ അവിടെ നമുക്ക് ആ പടം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം സദാശിവനും ഉമയും ഇരിക്കുന്നതായിട്ട്. പിന്നെ അതിന് താഴെയാണ് ഈ ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. ബ്രഹ്മജ്യോതിസ് ഇവിടെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എത്തിപ്പെടുന്ന സ്ഥലമാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മജ്യോതിസും കാരണസമുദ്രവും അവിടെയുണ്ട്. ബ്രഹ്മജ്യോതിസിന് ഇപ്പുറത്തായിട്ട് കാരണോദകശായി വിഷ്ണു കിടക്കുന്ന കാരണസമുദ്രം. അതിനും താഴെയാണ് പിന്നെ ദേവീധാമങ്ങളെല്ലാം, പല ഒരുപാട് ദേവീധാമങ്ങളുണ്ട്, ഭൗതിക ലോകങ്ങൾ. ഞാനിപ്പോ ഇത് പറയുന്ന കാരണം കാരണോദകശായി വിഷ്ണുവാണ് ഇവിടെ ഗർഭോദകശായി വിഷ്ണുവാകുന്നത്. അപ്പം എത്രമാത്രം എക്സ്പാൻഷൻസ് വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആദ്യമേ ഭഗവാൻ കൃഷ്ണൻ എന്താണ്, ഏതെല്ലാം ഭാവത്തിൽ സ്വരൂപസിദ്ധി എടുത്തു, അതുപോലെ ആ സംവിത് ശക്തി, ഹ്ലാദിനി ശക്തി, ഈ 3 ശക്തികളും അദ്ദേഹം പ്രകടമാക്കിയതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ രണ്ടാമത്തായിട്ട് ആരായി മാറുന്നു? തന്റെ സംവിത് ശക്തി ഉപയോഗിക്കുന്നു. അങ്ങനെ ഭഗവാൻ ബലരാമനായിട്ട് വരുന്നു. ആ ബലരാമനിൽ നിന്നാണ് ഞാൻ പറഞ്ഞ കൃഷ്ണലോകത്തിലെ ആദ്യത്തെ ചതുർവ്യൂഹമായ മൂലസംഘർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനും വാസുദേവനും ഉണ്ടായത്. അതിൽ നിന്ന് പിന്നീടാണ് ആ സംഘർഷണൻ എന്നാണ് നാരായണൻ വരുന്നത്. ആ നാരായണനാണ് വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയോടൊപ്പം വിരാജിക്കുന്നത്. അതിനുശേഷം ആ നാരായണന് ശേഷം വീണ്ടും എന്തുണ്ടാകുന്നു? സംഘർഷനിൽ നിന്ന് രണ്ടാമത്തെ ചതുർവ്യൂഹം വീണ്ടും ഉണ്ടാകുന്നു. ആ ചതുർവ്യൂഹത്തിലെ ആ സംഘർഷനിൽ നിന്നാണ് ഈ കാരണോദകശായി വിഷ്ണു ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടി? സൃഷ്ടി വേണമെന്ന് തോന്നിയപ്പോൾ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയാണ് ഈ കാരണോദകശായി. ആ സൃഷ്ടിക്ക് കണ്ണ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്
സദാശിവൻ ഈ അവിടെ ഇരിക്കുന്നു, സദാശിവൻ. അപ്പൊ അങ്ങനെ ആ സൃഷ്ടി ഇനിയും ആണ് സൃഷ്ടിയിലേക്ക് കടക്കുന്നത്. കാരണോദകശായി വിഷ്ണുവായി. കാരണോദകശായി വിഷ്ണുവിൽ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ അനന്തമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കും, അപ്പം പല ബ്രഹ്മാണ്ടങ്ങളുണ്ട്. സൃഷ്ടി വേണമെന്ന് തോന്നിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സൃഷ്ടി നടത്താൻ വേണ്ടി ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കും ഭഗവാൻ തന്നെ ഗർഭോദകശായി വിഷ്ണുവായിട്ട് കടക്കുന്നു. അപ്പൊ ഇന്നലെ രാധജീവൻ പ്രഭു പറഞ്ഞതുപോലെ അവിടെ പ്രധാനിയും ഒക്കെ വരുന്നുണ്ട്. അതൊരു ഭാഗത്തെ ശക്തിയിൽ വരുന്നു, മഹത്തത്വം, പ്രധാന, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കാരണോദകശായി വിഷ്ണു, അതിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണുവായി. ഗർഭോദകശായി വിഷ്ണു കഴിഞ്ഞതിന് ശേഷം എന്താണ്? പിന്നെ ക്ഷീരോദകശായി വിഷ്ണുവായിട്ടും മാറുന്നുണ്ട്. അപ്പം ഗർഭോദകശായി വിഷ്ണുവാണ് ഇതിന്റെ എല്ലാം രൂപമായി നിലകൊള്ളുന്നത് എന്ന് ഇന്നലെ നിങ്ങള് വിശാലവും ബൃഹത്തുമായ പുരുഷ സ്വരൂപം എന്ന് പഠിച്ചത് ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ ആ രൂപം തന്നെയാണ് ഇപ്പം നമ്മള് മനസ്സിലാക്കേണ്ടത്. സൃഷ്ടി തുടങ്ങുമ്പോഴാണ് ഈ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു വരുന്നത്. അപ്പൊ കാരണോദകശായി വിഷ്ണുവാണ് പ്രപഞ്ചങ്ങൾക്ക് 26 മൂലകങ്ങളെ നൽകുന്നത്. അപ്പൊ അത് ഉണ്ടാക്കി അവിടെ നിന്ന് പിന്നെ സൃഷ്ടി ആരംഭിക്കുന്നു. അവിടേക്ക് നമുക്ക് കടക്കാറായിട്ടില്ല, ഇതിലതൊന്നുമില്ല. അപ്പൊ അങ്ങനെ സൃഷ്ടി ആരംഭിക്കുന്നു. ഗർഭോദകശായി വിഷ്ണു അതിന് കാവലായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോഴെ സൃഷ്ടിക്കുന്ന ആദ്യത്തെ സൃഷ്ടി ഏതാണ്? ബ്രഹ്മാവിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്, അല്ലെ? സർഗവും വിസർഗവും. സർഗമാണ് ആദ്യത്തെ. അപ്പം ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവാണ് പിന്നീട് ബാക്കി എന്താണ് വിസർഗം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ്. അപ്പൊ ആ വിസർഗം അവിടെ പിന്നീട് ഓരോ സൃഷ്ടിച്ചെടുത്ത, നമ്മളൊരു കാർ ഉണ്ടാക്കി, കുട്ടികൾക്ക് കളിക്കാൻ ഒരു കാർ ഉണ്ടാക്കി വെക്കുമ്പോഴേ ആ കാർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ഇടുന്നത് പോലെ, ആ ബാറ്ററി ശക്തി നൽകുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പാത്രങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ ശരീരങ്ങളിലേക്ക് 84 ലക്ഷം ജീവശരീരങ്ങളെയാണ് ജൈവാത്മാക്കളെയാണ് ജീവികളെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആത്മാവായിട്ട് ക്ഷീരോദകശായി വിഷ്ണു കടക്കും. അപ്പൊ നമ്മളെ പറഞ്ഞു നിർത്തിയത് ഏതിനെ കുറിച്ചാണ്? ആത്മീയ ലോകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ ലോകം ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഗോലോകം. ഗോലോകത്തില് എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അവിടെ അന്തർദ്വീപും ഗോപിമാരുടെ സ്ഥലവും അതെല്ലാം ഒന്നിച്ചുള്ളതാണ്, അത് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് ബൃന്ദാവനം, മധുര, ദ്വാരക, അയോധ്യ. അതിനുശേഷം വൈകുണ്ഠം, പിന്നെ സദാശിവലോകം അഥവാ കൈലാസം. പിന്നെ അതിനിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ബ്രഹ്മജ്യോതിയായി അവിടം കൊണ്ട് വൈകുണ്ഠ സ്ഥാനം, ആത്മീയ ലോകത്തിന്റെ സ്ഥാനം തീരുകയാണ്. പിന്നെ ബ്രഹ്മജ്യോതിസെ, ഭഗവാന്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മജ്യോതിസാണ് പിന്നെ കാണുന്നത്. പിന്നെയാണ് ഈ എല്ലാ ഭൗതിക ലോകങ്ങളും വരുന്നത്. അപ്പൊ ഒരു ഭൗതിക ലോകത്തിന്റെ നോക്കി നടത്തുന്നതിനായിട്ട് ദേവിയെ അവിടെ പരമേൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ദേവീധാമം എന്ന് പറയും. അതിന് മുകളിൽ കാരണവൃക്ഷം കിടക്കുകയാണ്. കാരണസമുദ്രത്തിൽ ഭഗവാൻ ശയിക്കുകയാണ്. കാരണോദകശായി വിഷ്ണുവായിട്ട് ശയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിയർപ്പിൽ നിന്നാണല്ലോ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വരുന്നത്. അപ്പം ഒരു സൃഷ്ടി തിരിച്ചു പോകുമ്പോൾ ആ സൃഷ്ടി അദ്ദേഹത്തിലേക്ക് ചെന്ന് എത്തുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് ഈ വിഷ്ണുക്കളൊന്നും എവിടെ കാണുന്നില്ല. അവർക്കെല്ലാം ആസ്ഥാനം വൈകുണ്ഠത്തിൽ ഉണ്ടെങ്കിലും അവരെല്ലാം ഭൗതിക പ്രപഞ്ചത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എവിടെയാണ് ക്ഷീരോദകശായി വിഷ്ണുവിനെ കാണുന്നത്? നമ്മളെ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവും ഭൂമി ദേവിയും ഒക്കെ പോയി വായിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഭാഗവതം വായിച്ചിട്ടുള്ളവരെല്ലാം ക്ഷീരസാഗരത്തില്. താങ്ക് യു മാതാജി. ക്ഷീരസാഗര എവിടെയാണ്? ആർക്കെങ്കിലും പറയാമോ? ക്ഷീരസാഗരം എന്ന് ഭൗതിക ലോകത്തിലാണ് മാതാജി. എന്തോ ധ്രുവലോകത്തിനടുത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്തിനും ജനലോകത്തിന്റെയും ഇടയ്ക്കായിട്ട് വരും. ബ്രഹ്മലോകമാണല്ലോ നമ്മുടെ 14 ലോകങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ പ്രഭു പറഞ്ഞിരുന്നു 14 ലോകങ്ങളെ കുറിച്ച്, അല്ലേ? അപ്പം ബ്രഹ്മലോകം, ജനലോകം, തപോലോകം, മഹർലോകം എന്നൊക്കെ ഉള്ളത് പറഞ്ഞില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതലം, സുതലം, തലാതലം, ഇങ്ങനെ താഴോട്ട് 14 ലോകമുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താരായിരിക്കുന്നത്? ബ്രഹ്മാവിരിക്കുന്നു ബ്രഹ്മലോകത്തിൽ, അല്ലെ? ആ ബ്രഹ്മലോകത്തിന്റെ അടുത്തായിട്ട് ജനലോകം, തപോലോകമുണ്ട്.
അപ്പൊ ഇതെല്ലാം പ്രാധാന്യത്തിൽ ഇങ്ങനെ പടിപടിയായിട്ട് താഴോട്ട് വരികയാണ്. അപ്പൊ അവിടെ എന്നുവെച്ചാൽ മുകളിൽ നിന്ന് താഴോട്ടാണോ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പം ബ്രഹ്മലോകത്തിൽ അവിടുത്താണ് ജനലോകവും തപോലോകവും വരുന്നത്. അതിനടുത്താണ് ധ്രുവ നക്ഷത്രമായിട്ട് ആരെയാണ് ആർക്കാണ് അനുഗ്രഹം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്? ധ്രുവ ലോകത്തില് ധ്രുവ മഹാരാജിനെ അല്ലേ? അപ്പൊ ഉത്താനപാദ മഹാരാജാവിന്റെ മകനായ ധ്രുവ മഹാരാജാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ്. ആ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് കൊടുത്തത്. പറയുന്നില്ലേ, ഞാന് അന്വേഷിച്ചു പോയത് വെറും കുപ്പിച്ചില്ലായിരുന്നു, എനിക്ക് കിട്ടിയതോ സ്വർണ്ണ ഖനിയാണ് കിട്ടിയത് എന്ന് പറയുന്നില്ലേ. അപ്പൊ അതുപോലെ ധ്രുവലോകം അവിടെ ഉണ്ട്. ആ ധ്രുവലോകത്തിൽ അതിനടുത്തായിട്ട് ക്ഷീരസാഗരമുണ്ട്. അവിടെ നമ്മുടെ ക്ഷീരോദകശായി വിഷ്ണു അവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇവിടെ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന അവസരത്തില് നമ്മുടെ ഭൂമിദേവിയും ബ്രഹ്മാവും അതുപോലെ ശിവനും മറ്റ് ദേവതകളും എല്ലാരും കൂടെ പോയി ആ ക്ഷീരസാഗരത്തിൽ ചെന്നിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച എന്താണ്? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമി വിശ്വധോ വൃത്വ. അത് പറയുമ്പോൾ, അത് പറഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വളരെ കാരുണ്യവാനായി, ഭഗവാൻ വളരെ സന്തോഷവാനായി ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് ഇവരൊക്കെ ഞാൻ അവതാരം എടുക്കാം എന്ന് ഭൂമിദേവിക്ക് വാക്ക് കൊടുക്കുന്നു. അവരെല്ലാം നിങ്ങൾ ഇന്നതൊക്കെ ആയിട്ട് ജനിക്കണമെന്നൊക്കെ നമ്മൾ 10ാം സ്കന്ധത്തിൽ പഠിക്കുന്നതാ. അപ്പൊ അവിടെ അതെല്ലാം പറയുന്നത്. അപ്പൊ ക്ഷീരസാഗരത്തിൽ ചെന്നാണ് ഇവരെല്ലാം കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് എങ്ങനെ ഭഗവാൻ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? സഹസ്ര ശീർഷനായിരിക്കുന്ന പുരുഷനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചതെന്ന് ഒന്നുകൂടി ഓർക്കണം. ആ സഹസ്ര ശീർഷനായ പുരുഷനെ എങ്ങനെ പ്രാർത്ഥിക്കാം, അദ്ദേഹം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്, ആർക്കൊക്കെയാണ് ഈ സഹസ്ര ശീർഷം കാണിച്ചു കൊടുത്തിട്ടുള്ളത്, അത് കേട്ടു, അത് കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കണം. മത്പരമോ മത്സംഗ, അതെല്ലാം സംഘവർത്തിത നിർവൈര സർവഭൂതേഷു, ആ സ്ഥിതിയിൽ നമ്മൾ എത്തണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുമാം ശക്യമേ ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ, അങ്ങനെ നമ്മൾ ഭഗവാനെ ദർശിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ കണ്ടത്. പിന്നെ ഭഗവാനെ എങ്ങനെ ദർശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എങ്ങനെയെല്ലാം ഭഗവാൻ ഏതെല്ലാം ഈ രൂപത്തിലാണ് എക്സ്പാൻഡ് ചെയ്തു വന്നത്, മാനിഫെസ്റ്റ് ചെയ്തു വന്നത്, പ്രകടമായി നമ്മൾ കാണുന്നത് എന്നാണ് പിന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, ആർക്കും തന്നെ മനസ്സിലാകില്ല. ഇതും ഒന്ന് കേട്ടിരിക്കുക. ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് വെച്ചിട്ട് നമുക്ക് അത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഗോലോകമാണ്. ആ ഗോലോകത്തിൽ തന്നെ ഭഗവാൻ 3 സ്ഥാനങ്ങളിലായിട്ട് പ്രത്യേകം കാണപ്പെടുന്നുണ്ട് എന്ന് കേട്ടു. പിന്നെ അടുത്ത പ്രാധാന്യം വൃന്ദാവനത്തിനാണ്. പ്രേമസ്വരൂപനായി നിലകൊള്ളുന്ന വൃന്ദാവനം എന്ന് വെച്ചാൽ അവിടെ പ്രേമത്തിനാണ് 100% പ്രാധാന്യം, പ്രേമത്തിനാണ് മാത്രമാണ്. മധുരയിൽ വരുമ്പോഴത്തേക്ക് പ്രേമവും ഉണ്ട്, കുറച്ച് ഐശ്വര്യത്തോടു കൂടിയും ഭഗവാനെ ദർശിക്കാൻ കഴിയും. പ്രേമമാണ് അവിടെയും കൂടുതൽ പ്രേമവും അല്പം ഐശ്വര്യവും അവിടെ പ്രകടമാക്കും. ദ്വാരകയിൽ എത്തുമ്പോഴത്തേക്ക് ഭഗവാൻ ഐശ്വര്യ സ്വരൂപനായി അവിടെ ദ്വാരകയിൽ നിലകൊള്ളുന്നു. അത് കഴിഞ്ഞ് അയോധ്യയിലും ഐശ്വര്യ സ്വരൂപനായിട്ട് തന്നെയാണ് രാമചന്ദ്രനെ കാണുന്നത്. അപ്പൊ ഐശ്വര്യം എന്താ വെച്ചാൽ ഭഗവാൻ എല്ലാവരെയും അവിടെ സ്നേഹത്തോടുകൂടി വളരെയധികം വാത്സല്യവും സ്നേഹവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെയും ഐശ്വര്യത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വൈകുണ്ഠത്തിൽ പറയണ്ട, അവിടെ എത്തുന്നവർക്കെല്ലാം വൈകുണ്ഠനാഥന്റെ സ്ഥാനം അല്ലേ. അങ്ങനെ സായുജ്യം, സാമീപ്യം, സാരൂപ്യം, സ്വാഷ്ടി, ഇതിലൊക്കെയുള്ള അതൊക്കെ നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് വൈകുണ്ഠധാമത്തിൽ പോകുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. പിന്നെ ആ വൈകുണ്ഠങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, വൈകുണ്ഠം എന്ന് പറയുന്നത് വളരെ വലിയ വിസ്താരമേറിയ എന്ന് വെച്ചാൽ 4ൽ 3 ഭാഗവും എന്താണ്? ആത്മീയ ലോകമാണ്. 4ൽ 1 മാത്രമേ ഉള്ളൂ ഈ കാണപ്പെടുന്ന കുമിളകളെല്ലാം കൂടെ കൂടുന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം. എല്ലാ ബ്രഹ്മാണ്ടവും എടുക്കുമ്പോൾ അത് 4ൽ 1 ഭാഗമേ ഉള്ളൂ ഓരോ ഓരോ ഭൗതിക ലോകങ്ങളും. അപ്പം നമ്മളെ ആ ഒരു എന്തൊക്കെ പഠിച്ചു എന്നെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. വൃന്ദാവനം, മധുര, ദ്വാരക,
അയോധ്യ, വൈകുണ്ഠം, സദാശിവലോകം അല്ലെങ്കിൽ കൈലാസം, പിന്നെ വരുമ്പം ബ്രഹ്മജ്യോതി, അവിടെ കാരണസമുദ്രം, കാരണോദകശായി വിഷ്ണു അവിടെ കിടക്കുന്നു. അത്രയും കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് 14 ലോകങ്ങള്. ഈ 14 ലോകങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ബ്രഹ്മലോകം. ബ്രഹ്മലോകത്തിന്റെ ജനലോകത്തിനും തപോലോകത്തിനും ഒക്കെ അടുത്തായിട്ട് ഏതാണ് ശ്വേതദ്വീപിൽ. അവിടെ ഭഗവാൻ ആരായി നിൽക്കുന്നു? ക്ഷീരോദകശായിയായി വിഷ്ണുവായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഈ ബ്രഹ്മാണ്ടത്തിലും ഓരോ ഗർഭോദകശായി വിഷ്ണു അതിന്റെ ആസ്ഥാനം എടുത്തിട്ടും ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പൊ ക്ഷീരോദകശായിയുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ധ്രുവലോകത്തിലാണ് അടുത്ത് ആണുള്ളത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അപ്പം അത് ഇത്രയും കാര്യങ്ങള് ഇവിടെ നിന്ന് ഇവിടെ ഈ സഹസ്രശീർഷൻ, ഈ ഗർഭോദകശായി വിഷ്ണുവാണ് ഇവിടെ സഹസ്രശീർഷനായി നിന്ന് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എത്ര പടികൾ കടന്നു വന്നു എന്നുള്ളതെങ്കിലും ഓർത്തിരിക്കും. ഹരേ കൃഷ്ണ. നമുക്ക് സമയം പോകുന്നു. നമുക്കിതിലെ എന്തെങ്കിലും അപ്പൊ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, കൃഷ്ണലോകത്തിനടുത്ത്, കൃഷ്ണലോകത്തിൽ വെച്ചാണ് ഫസ്റ്റ് ട്രോപ്പിൾ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ചതുർവ്യൂഹം ഉണ്ടാകുന്നത്. അത് സംവിത് ശക്തിയാണ്. അപ്പൊ അവിടെ മൂലസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അപ്പൊ എന്തൊക്കെയായി? ഗോലോക വൃന്ദാവനം, മധുരധാമം, ദ്വാരകാധാമം, അയോധ്യാധാമം. അവിടെ ഇത്രയും സ്ഥലത്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് സംവിത് ശക്തി ഉപയോഗിച്ച് മൂലസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അത് കഴിഞ്ഞിട്ടാണ് ഐശ്വര്യധാമം, നാരായണൻ, ലക്ഷ്മി. അവിടുത്തെ ഈ എക്സ്പാൻഷനാണ് അടുത്ത മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അവിടെ നിന്ന് ഐശ്വര്യധാമത്തിൽ നാരായണൻ ലക്ഷ്മിയോടുകൂടി സ്ഥിതി ചെയ്യുന്നു. വൈകുണ്ഠങ്ങളുണ്ട്, മഹേശധാമമുണ്ട്, ബ്രഹ്മജ്യോതിസുണ്ട്, പിന്നെ കാരണസമുദ്രം, അവിടെയാണ് ഈ വിഷ്ണുക്കളുടെ സ്ഥാനം. പിന്നെ സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർലോകം, ഫുർലോകം, സുവർലോകം, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇത്രയും ഉണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടായിട്ടോ മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ എല്ലാവരും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കിട്ടി, ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാകാത്തത് എന്തുണ്ട് എന്നൊന്ന് പറയും. ഹരേ കൃഷ്ണ. 10 മിനിറ്റ് നമുക്കുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. കൃഷ്ണ. പ്രണാമം മാതാജി. പ്രണാമം മാതാജി, അപ്പൊ ഗോലോക വൃന്ദാവനം എന്ന് പറയുമ്പോ ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയിലാണോ? ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞ സ്വരൂപശക്തി മാതാജി, സ്വരൂപശക്തി. അല്ല, ഇവിടെ സംവിത് ശക്തി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സംവിത് ശക്തി. അപ്പൊ ഭഗവാൻ അവിടെ വെച്ച് 3 ശക്തികളാണ് എടുക്കുന്നത്. എന്തൊക്കെയാണ്? സംവിത് ശക്തി, സച്ചിത്ത, ആനന്ദം. സച്ചിത്ത്, ആനന്ദം, 3 ശക്തി. ആനന്ദമാണ് സ്വാദിനി ശക്തി എന്ന് പറയുന്നത്. ആനന്ദം, സത്ത്, ചിത്ത്, ആനന്ദം. അതിലാണ് സംവിത്ത് വരുന്നത്. സംവിത് ശക്തി വരും. അത് രണ്ടെണ്ണല്ലേ മാതാജി? സംവിത്ത്, ഹാദിനി, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. പിന്നെ അടുത്തത് എന്താണ്? നോളജ്, അറിവ് വരുന്നില്ലേ? മൂന്നാമത്തെ ശക്തി. അതൊരു പേര് പറയില്ലേ? സംവിത്ത്, സന്ധിനി. സംവിത്ത്, സന്ധിനി. അതിലിപ്പോ സംവിത്ത് എന്ന് പറയുന്നത് അതായത് എറ്റേണിറ്റിയാണ് മാതാനി. സംവിത്ത് എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റി. അപ്പൊ സത്ത് ശക്തിയിൽ നിന്നാണ് സംവിത്ത് വരുന്നത്. സന്ധിന് വരുന്നത് നോളജിൽ നിന്ന്. മാതാജി, അപ്പൊ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത് ഇപ്പൊ മധുരയിൽ അല്ല വൃന്ദാവനത്തില് ഭഗവാന്റെ എല്ലായിടത്തും ഹ്ലാദിനിയായിട്ട് നിൽക്കപ്പെടുന്നുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ എല്ലാം കൃഷ്ണനായിട്ടിരിക്കുമ്പോൾ രാധയായിട്ട് വരും, നാരായണനായിട്ട് വരും, ലക്ഷ്മിയായിട്ട് വരും. പിന്നെ അങ്ങനെ എല്ലായിട്ട് കൃഷ്ണനാകുമ്പോൾ ഇവിടെ വന്നിട്ട് രുക്മിണി ദേവിയായിട്ട് വരുന്നു. അങ്ങനെ എല്ലായിട്ടും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ശംഭു എന്ന് പറയുന്നത് നമ്മൾ ഭൗതിക ലോകത്തിലുള്ള ഭഗവാന്റെ ദൃഷ്ടിയാണ് അല്ലെ? യഥാർത്ഥത്തിൽ ശംഭു ആദ്യമേ സൃഷ്ടി നടത്തുന്നതിന് കണ്ണ് നൽകുന്നതിന് യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ കണ്ണായിട്ട് നിലകൊള്ളുകയാണ്. ഇവിടെ വൈകുണ്ഠത്തിന്റെ സ്ഥാനത്ത് ഭഗവാൻ സദാശിവൻ
അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനവുമുണ്ട്, സദാശിവ ലോകം എന്ന് പറയുന്നത്. അവിടെ ഉം. ഉമാദേവിയോടുകൂടി അതിന്റെ യഥാർത്ഥ സ്വരൂപം വൈകുണ്ഠത്തിൽ തന്നെ, വൈകുണ്ഠത്തിന്റെ ഏറ്റവും താഴെ പടിയിൽ അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് 11 രുദ്രന്മാരായിട്ട് മാറുന്നത് ഈ ഓ. കൈലാസമൊക്കെ. ഇത് ഒറിജിനൽ കൈലാസമാണ് അവിടെ ഉള്ളത്. പിന്നെ അപ്പൊ മാതാജി കൈലാസങ്ങള് എന്താ മാതാജി ഇവിടെ അപ്പൊ കാണുന്ന മാതാജി അപ്പൊ മാതാജി പറഞ്ഞോളൂ, എന്നിട്ട് മതി. അപ്പൊ ഈ നമ്മളിവിടെ കൈലാസത്തിൽ പോയി, കൈലാസത്തിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നില്ലയോ? അപ്പം അവിടെ രുദ്രന്മാര് 11 രുദ്രന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ട് സമയത്ത് ഉണ്ട് പറയാം. ഉണ്ട്. അപ്പൊ ആ രുദ്രന്മാർക്കുള്ള ഒരു രുദ്രഭാവം ഇവിടെ അവിടെ ഉമയോടുകൂടി ഭഗവാൻ ഇവിടെ ഉണ്ട്. അതാണ് ഈ കൈലാസത്തിൽ പോയി കൈലാസം കണ്ടുവരുന്നത്. ഒരിടത്തല്ല കൈലാസം, പല ഓ. സ്ഥലത്ത് കൈലാസം, ഓ, പല ഓക്കെ. സ്ഥലത്ത് അതുപോലെ ബ്രഹ്മാവിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി ബ്രഹ്മാവിൽ നിന്നല്ലേ രുദ്രൻ വന്നു എന്ന് പറയണത് നമ്മള്? അത് അങ്ങനെ ഭഗവാൻ അങ്ങനെയാണ് മാതാജി പ്രകടമാകുന്നത്, പല രീതിയിലാണ്. പല രീതിയിൽ. ഹരേ കൃഷ്ണ. വരാഹ മൂക്കിൽ കൂടി വരുവല്ലേ ചെയ്തത് മാതാജി. അതെ അതെ. അപ്പൊ അങ്ങനെ ഭഗവാൻ പ്രകടമാകണമെന്ന് തോന്നുമ്പോ ഭഗവാൻ ഏത് രീതിയിലേക്ക് പ്രകടമായി വരും നമുക്കറിയത്തില്ല. ചാടി ഇങ്ങ് വീടുമല്ലായിരുന്നു ആ മൂക്കിൽ കൂടി. അതെ അതെ അതുപോലെ അതെ. അതുപോലെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഹരേ മാതാജി. കൃഷ്ണ. ഭഗവാൻ എങ്ങനെ അല്ല, വരും. എങ്ങനെയാണോ മാതാജി? അപ്പുറത്തെ ഈ ഉമയോടുകൂടി ഭഗവാൻ സദാശിവൻ അവിടെ ഇരിപ്പുണ്ട്. അതെ. അതാണ് വൈകുണ്ഠത്തിന്റെ താഴ്വശം. അല്ല, എന്താന്ന് പറയാ മാതാജി, ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയുമ്പോ മാതാജി പറഞ്ഞില്ലേ സദാശിവനിൽ നിന്നാണ് 11 രുദ്രന്മാര് വന്നതെന്ന്. പക്ഷെ ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഇതിൽ നിന്ന് 11 രുദ്രന്മാര് വന്നു എന്നുള്ളത്. കാരണം എന്താണ്? ആ രുദ്രൻ ഇതിന്റെ എല്ലാം 11ആയിട്ട്. ഇതിന്റെ എല്ലാം മൂല എവിടെ ഇരിക്കുക? ഓ, സദാശിവനായിട്ടിരിക്കുക. അങ്ങനെ. ഓക്കെ മാതാജി. അതുകൊണ്ടാണ് ഹരേ പറയുന്നത്. കൃഷ്ണ. ഹരേ അപ്പം കൃഷ്ണ. സദാശിവന് തോന്നി, ഇങ്ങനെ വേണമെന്ന് തോന്നിയപ്പോ, ആവശ്യമാണ് ശിവനെ വേണമെന്ന് ബ്രഹ്മാവിൽ തോന്നിയപ്പോ നിന്ന് വന്നു. ഓക്കെ, താങ്ക് ബ്രഹ്മാവിൽ യു നിന്ന് മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ ഓരോന്നും നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും മാതാജി. ഓരോ ഓ, സ്ഥലം, ശരി ഓരോ ശരി ശരി ശരി. ഇതെല്ലാം ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നത്, ഇതിൽ നിന്നത്, ഇത് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെക്കണം, എന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. അതെ അതെ കാണാതെ അതെ. പഠിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നന്നായിട്ട് മനസ്സിലായി. അതായത് ഈ രുദ്രന്റെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മള് അത് 11 രുദ്രന്മാര് ബ്രഹ്മാവിൽ നിന്ന് വന്ന അതെ, രുദ്രനിൽ നിന്നാണ് വരുന്നത്. വന്നേന്നുണ്ടല്ലോ അതില്. പക്ഷെ ഇവിടെ അപ്പൊ സദാശിവ ലോകം ഉണ്ടെന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി എനിക്ക് അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ എല്ലാം കൃഷ്ണ. താങ്ക് യു അങ്ങനെയാണല്ലോ, മാതാജി. ഭഗവാൻ അങ്ങനെയാണ്. ഇതെല്ലാം കൃഷ്ണനിൽ നിന്നാണ് വരുന്നതെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇതെല്ലാം അതെ 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 ആ അതെ. വിഭുജനായി നിൽക്കുന്ന ശ്യാമാംബര രൂപത്തിൽ നിന്ന് അങ്ങനെ വരികയല്ലേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലേ? എല്ലാവർക്കും എല്ലാം മനസ്സിലായ എന്താ കാണിച്ച് പഠിപ്പിക്കണം മാതാജി. ഇതിനെ ആരെങ്കിലും എനിക്ക് അത് കാണിച്ച് പഠിപ്പിക്കാനുള്ള ഒരു അതിൽ ഞാൻ വളരെ മോശമാണ്. നമുക്കത് ഹരേ കൃഷ്ണ. മാതാജി വളരെ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഭഗവാന്റെ കൃപയാൽ ഗംഭീരമായിരുന്നു മാതാജി. മാതാജി നമുക്കൊരു പവർ പോയിന്റ് ഈ വിഷയത്തിന് ഉണ്ടാക്കാം. ഈ പടമൊക്കെ വെച്ച് ഞാൻ പടം എന്റെ മൊബൈലിൽ തന്നെ പടം എന്റെ കയ്യിലുണ്ട്. പടം ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അതിനെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. മൊബൈലിൽ സ്ക്രീൻ അതിനുള്ള ടെക്നോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ അടുത്ത എനിക്ക് ക്ലാസ്സിൽ രണ്ടും ഭൗതിക ലോകത്തിന്റെ പടം സനു അയച്ചു തന്നിട്ടുണ്ട്, മറ്റേതിന്റെ പടവും സനു അയച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പിലൂടെ ആണെങ്കിൽ മാതാജി എനിക്കും കൂടെ ഒന്ന് അയച്ചു തരൂ. അപ്പൊ അടുത്ത പ്രാവശ്യം മാതാജി ക്ലാസ് എടുക്കുമ്പോൾ അത് മൊബൈലിൽ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാവുന്നതാണ് മാതാജി. അതെ അതെ. അപ്പൊ എനിക്ക് ഇവർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തതിന്റെ ബാലൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതേ സൈസ് ശ്ലോകം പിന്നെ വന്നില്ല. അങ്ങനെ വന്നെങ്കിലല്ലേ നമുക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ വേണമെന്നില്ല മാതാജി. അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസിന്റെ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പഴയ കാര്യത്തിന്റെ ബാക്കി പറയാവുന്നതാണ്. നോ പ്രോബ്ലം. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ മാതാജിയുടെ ഉള്ള ഡോക്യുമെന്റ്സ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അതിന് അടുത്ത പ്രാവശ്യം മാതാജി ക്ലാസ് എടുക്കുമ്പോൾ എന്റെ വൈഫിന് ഐശ്വര്യക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പൊ അത് മാതാജി ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് അത്രയും കിട്ടത്തില്ല. കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും. അപ്പൊ മാതാജിയുടെ ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ ഐശ്വര്യക്ക് എനിക്ക് അയച്ചു തരിക. അപ്പൊ അത് ഭൗതിക ലോകത്തിന്റെ ആധ്യാത്മിക ലോകത്തിന്റെ പടം. അപ്പൊ അത് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാരെ അവർക്ക് തന്നെ കിട്ടുമല്ലോ. ഞാൻ പണ്ട് നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ അമേരിക്കയിൽ വെച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരുന്നത്. എല്ലാവർക്കും അയച്ചു കൊടുക്കും. അല്ല, എല്ലാവർക്കും അയക്കുക മാത്രമല്ല മാതാജി, അല്ല ഗ്രൂപ്പിൽ മാതാജി ഷെയർ ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ അടുത്ത പ്രാവശ്യം നമുക്ക് ഗ്രൂപ്പിൽ മാതാജി ഷെയർ ചെയ്തോ. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മുടെ മഹാവിഷ്ണുമാരെ അതിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഷെയർ ചെയ്യുക. അപ്പൊ അതിൽ കിട്ടാത്ത ആൾക്കാർക്ക് പേഴ്സണലായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. അത് മാത്രമല്ല, അടുത്ത പ്രാവശ്യം മാതാജി ക്ലാസ് എടുക്കുമ്പോൾ മൊബൈലിൽ തന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ ഷെയർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ മതി, ഞാൻ അത് കാണിച്ചു കൊടുത്തോളാം. അത് ഐശ്വര്യ ചെയ്യും. ഓക്കെ. സ്വാഗതം മാതാജി. വളരെ ഗംഭീരമായ ക്ലാസ്, നന്നായിരുന്നു. പിന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ കൂടെ ഭാഗവതം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന നമ്മളിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഹെർഗ്രേസ്
വൃന്ദാവനേശ്വരി വിലാസിനി ദേവിദാസി മാതാജിയുടെ ഇന്നലെ രാത്രി ഒരു ന്യൂറോ സീരിയസ് സർജറി ഭഗവാന്റെ കൃപയാൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭക്തന്മാരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും മാതാജിക്ക് ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകണം. മാതാജി ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ മാത്രമേ അത് ബോധത്തിലേക്ക് വരത്തുള്ളൂ. അത്രയും വലിയൊരു സീരിയസ് സർജറി ആയിരുന്നു. അപ്പോൾ എന്തായാലും അറ്റ് പ്രസന്റില് ഭഗവാന്റെ കൃപ കൊണ്ടും ഭക്തന്മാരുടെ കൃപയോട് കൂടിയുള്ള കാരുണ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സക്സസ്ഫുൾ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഇനിയും ദയവായി മാതാജിക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മാതാജിയുടെ അനുഗ്രഹം കൊണ്ട് മാതാജി മറ്റുള്ള ഭക്തന്മാരോടുള്ള ഡീലിംഗ് എത്രത്തോളം നല്ല വൈഷ്ണവ എത്തിക്കാറ്റായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ഇന്നലെ മാതാജിയുടെ കൂടെ ഒരുപാട് ആൾക്കാർ നേരിട്ടും വന്ന് നല്ല രീതിയിൽ മാതാജിയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കൂടെ ഒരുപാട് ഭക്തജനങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഭക്തന്മാരുടെ സഹകരണം. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല ഒരു കുടുംബമാണ് ഡിവോട്ടി കുടുംബം എന്ന് ഇന്നലെ നമ്മൾ കുറച്ചുകൂടി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും എന്നും അങ്ങനെ ആയിരിക്കണം. നമ്മളെല്ലാവരും വാസുദേവ കുടുംബകം എന്നുള്ള രീതിയിൽ പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് കൈപിടിച്ചുയർത്തി നമ്മൾ ഒരുമിച്ച് കൂടുക തന്നെ വേണം. അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ട് വന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഇനിയും മാതാജിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി. ഹരേ കൃഷ്ണ. ഞാൻ ഓർക്കുമായിരുന്നു പ്രഭു, ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്നെ വിളിക്കും അതിലെ ഓരോന്നും ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ട്. എന്നും അങ്ങനെയായിരുന്നു. അപ്പൊ മാതാജി ഇന്ന് വിളിക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഇനിയും വന്നെങ്കിലല്ലേ വിളിക്കുള്ളൂ, അത് ഓർക്കുമായിരുന്നു. വരിക തന്നെ ചെയ്യും. മാതാജി സക്സസ്ഫുൾ ആയിട്ട് ഭഗവാന്റെ കൃപ കൊണ്ട് പൂർവാധികം ആരോഗ്യവതിയായി വരിക തന്നെ ചെയ്യും. അതിനെ നമ്മുടെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം. നന്ദി മാതാജി, സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു. വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല രീതിയിൽ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മാതാജിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മാതാജി. ഹരേ കൃഷ്ണ.